ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവവചനത്തിന് കഴിവുണ്ട്. ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 62:8 എഫേസ്യ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യവുമാണ് ഇന്നത്തെ ദൈവവചനത്തിന് ആധാരമായി നാം വായിക്കുന്നത്. ഈ വചനങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ ആത്മാവ് ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളോട് ഇടപെടുമാറാകട്ടെ. ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ശരീരത്തിലും ദേഹിക്കകത്തും ആത്മാവിനകത്തും ഒരു ദൈവപ്രവൃത്തി ഈ വചനത്തിലൂടെ വ്യാപരിക്കട്ടെ, പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ വാക്കുകളായി അതിനെ കേൾക്കാതെ സാക്ഷാലാകുന്നതുപോലെ കേൾക്കുന്നുവെങ്കിൽ, കൈക്കൊള്ളുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്ന നിങ്ങളിൽ ഈ വചനം വ്യാപരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് കഴിവില്ല, നമുക്ക് മിടുക്കില്ല, നമുക്ക് പ്രാപ്തിയില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വചനം വ്യാപരിക്കും, വചനം ചലിക്കും. ആമേൻ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. സങ്കീർത്തനങ്ങൾ 62:8, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമ്മുടെ സംഗീതമാകുന്നു. ഈ രണ്ട് വാക്യത്തിനകത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു പദം ദൈവത്തിൽ ആശ്രയിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആശ്രയം എന്നുള്ള പദം വേദപുസ്തകത്തിലെ അനേക വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആശ്രയിക്കുക എന്നുള്ള പദം വെച്ചുള്ള ഒരുപാട് വാക്യങ്ങൾ മനഃപ്പാഠമായിരിക്കാം നിങ്ങൾക്ക്. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം കേട്ടോ. വലിയ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോൾ, വലിയ പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വിശ്വാസം ചോർന്നു പോകുന്ന, വിശ്വാസത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്ന പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക, ഇത്രയും വലിയ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ എങ്ങനെ അതിനെ അതിജീവിക്കുമെന്നോർത്ത് നീ ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ തകർന്നു പോകുമെന്ന് നീ ചിന്തിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഈ പ്രതിസന്ധിയുടെ നടുവിൽ എനിക്ക് നോക്കുവാൻ, എനിക്ക് ആശ്രയിക്കുവാൻ, എനിക്ക് ചാരുവാൻ, എനിക്ക് നിലവിളിക്കുവാൻ ഒരിടമുണ്ട്. എൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ കരകയറ്റാൻ ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള വെളിപ്പാടാണ് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായി വേണ്ടത്. പ്രിയമുള്ളവരെ, ഇത്രയും വലിയ പ്രശ്നം നിനക്കുണ്ട്, പക്ഷേ അതിനല്ലേ ആശ്രയിക്കാൻ നിനക്കൊരു ദൈവം നിൻ്റെ കൂടെയുള്ളത്. ഈ ശോധനയുടെ നടുവിൽ നീ തകർന്നു പോകുമെന്ന് അല്ല നീ പറയേണ്ടത്. ഈ ശോധനയുടെ നടുവിൽ ആശ്രയിക്കുവാൻ, ബലം പകരുവാൻ, സഹായം തരുവാൻ ഒരു ദൈവമുണ്ടെന്നാണ് നീ പറയേണ്ടത്. ആമേൻ. ആർക്കും അറിയാത്ത വിഷയങ്ങൾ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുമ്പോൾ, ഇത് നിൻ്റെ അവസാനമാണെന്ന് ലോകം നിന്നോട് പറയുമ്പോൾ, ഇത് നിൻ്റെ അവസാനത്തെ യാത്രയാണെന്ന് വ്യക്തികൾ നിന്നോട് പറയുമ്പോൾ, ലാസ്റ്റ് ചാൻസ് ആണെന്ന് നിന്നോട് പറയും, ഇതിനപ്പുറത്തോട്ട് നീ പോകില്ലെന്ന് പറയുമ്പോൾ നീ പറയണം, നിങ്ങളങ്ങനെയൊക്കെ പറഞ്ഞാലും, സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞാലും, എനിക്ക് ആശ്രയിക്കുവാൻ ഒരു ദൈവമുണ്ട്, എന്നെ സഹായിക്കുവാൻ ഒരു ദൈവമുണ്ട്. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ, വിശുദ്ധ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് പരാജയപ്പെട്ടവൻ്റെ ലക്ഷണമല്ല, തോറ്റവൻ്റെ ലക്ഷണമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. തന്നെത്താൻ താഴ്ത്തുന്നതിൻ്റെ ലക്ഷണമാണ് നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത്.
അതാണ് തിരുവചനത്തിൽ വായിക്കുന്നത്, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. സന്തോഷം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം. എല്ലാ വഴിയും അടയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം. കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം. നമുക്ക് ഒരു വിടുതൽ ലഭിക്കുന്നത്, നമുക്കൊരു അനുഗ്രഹം വരുന്നത്, നമ്മുടെ വഴികൾ തുറക്കപ്പെടുന്നത്, നമ്മൾ ജീവിക്കപ്പെടുന്നത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവാശ്രയമില്ലാതെ ഒരു നിമിഷം പോലും ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. 91 സങ്കീർത്തനം 2 വാക്യത്തിൽ വായിക്കുകയാണ്. വാ തുറന്നുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. താൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധേയമാണ്. എന്താ താൻ പറയുന്നത്? യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. എത്ര ദൈവജനത്തിന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ പറ്റും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന എൻ്റെ ദൈവം. ആമേൻ. സാധ്യതകളൊന്നുമില്ലാതിരുന്നപ്പോൾ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ, ഒരു സഹോദരി ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചു. നല്ല യൗവന പ്രായത്തിൽ തൻ്റെ ഭർത്താവ് മരിച്ചുപോയി, മക്കളില്ല, ആകെ ഉണ്ടായിരുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഒരമ്മായിയമ്മ മാത്രം. എന്നാൽ ആ അമ്മായിയമ്മ സേവിച്ച ദൈവത്തെ ഈ ജാതീയ സ്ത്രീ രൂത്ത് ആ ദൈവത്തിൽ ആശ്രയിച്ചു. അതാ രൂത്തിൻ്റെ പുസ്തകം 2 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ ബോവസ് രൂത്തിനോട് പറയുകയാണ്, രൂത്തേ, നിൻ്റെ പ്രവൃത്തിക്ക് യഹോവ പകരം തരട്ടെ. എന്താ രൂത്തിൻ്റെ പ്രവൃത്തി? രൂത്തിൻ്റെ പ്രവൃത്തി മറ്റൊന്നുമല്ല, ദൈവത്തിൽ ആശ്രയിച്ചതായിരുന്നു രൂത്തിൻ്റെ പ്രവൃത്തി. എന്നിട്ട് പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരട്ടെ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, സഹോദര സഹോദരി, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക്, മനുഷ്യർക്ക് പൂർണ്ണ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, ഈ വേദനയുടെ നിമിഷത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ പൂർണ്ണ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. യേശുവിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. എഫേസ്യ ലേഖനം 3 അധ്യായത്തിൻ്റെ 12 വാക്യമാണ് വായിച്ചത്. അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ പ്രത്യേകത, ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത, പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു ക്രിസ്തു പ്രാപ്തനാണ്. പൂർണ്ണമായും സൗഖ്യമാക്കുവാൻ യേശു ക്രിസ്തു പ്രാപ്തനാണ്. പൂർണ്ണത ക്രിസ്തുവിൽ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. അതാണ് രൂത്തിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചത്. പൂർണ്ണ പ്രതിഫലം തരട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൽ ആശ്രയിച്ചു വന്നിരുന്ന എനിക്ക് പൂർണ്ണ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എല്ലാവർക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയത്തില്ല. പ്രതിസന്ധി വരുമ്പോൾ ദൈവാശ്രയം വിട്ട് സ്വയാശ്രയത്തിലേക്ക്, മനുഷ്യനിൽ ആശ്രയത്തിലേക്ക്, സമ്പത്തിൽ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിയും. ചിലർ രഥങ്ങളിൽ ആശ്രയിക്കും, ചിലർ കുതിരകളിൽ ആശ്രയിക്കും. ആരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? സങ്കീർത്തനങ്ങൾ 9:10 പറയുന്നു, നിൻ്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. ഓവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവർ ദൈവത്തിൽ ആശ്രയിക്കും. അതേ പ്രിയരെ, എന്താ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത? അതല്ലേ 91 സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്, അവനെൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവനെ ദൈവം ഉയർത്തും. ഇവിടെ 9 സങ്കീർത്തനത്തിൽ പറയും, നിൻ്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കുമെന്ന്. ദൈവത്തിൻ്റെ നാമത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം ഇതിൽ പറയും, എനിക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളും,
എനിക്ക് വേണ്ട സകല നന്മകളും ദൈവത്തിൻ്റെ നാമത്തിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ലോകത്തിൽ ആശ്രയിക്കത്തില്ല, സമ്പത്തിൽ ആശ്രയിക്കത്തില്ല, മനുഷ്യനിൽ ആശ്രയിക്കത്തില്ല, സൗന്ദര്യത്തിൽ ആശ്രയിക്കത്തില്ല, നഷ്ടമായി പോകുന്ന ഒന്നിലും ഞാൻ ആശ്രയിക്കില്ല. ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ. എത്ര പേര് പറയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിക്കും? എൽ ഷദായി ആയവൻ, എല്യോനായവൻ, അഠോണായവൻ, യാവയായവൻ, യഹോവ നിസ്സിയായവൻ, യഹോവ റാഫയായവൻ, യഹോവ റൂഹിയായവൻ, യഹോവ ഷമ്മയായവൻ, യഹോവ സിദഖനോമായവൻ, യഹോവ മക്കദേശായവൻ, അമ്മേ എലോഹീമായവൻ, യഹോവ ജൈറയായവൻ, യഹോവ ശാലോമായവൻ, യഹോവ സഭോവത്തായവൻ. ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവർ അവനിൽ ആശ്രയിക്കും. നിനക്ക് വേണ്ട സകല വിടുതലുകളും, നിൻ്റെ കുടുംബത്തിനും നിൻ്റെ കൂടാരത്തിനും നിൻ്റെ ഭാവിക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളും സകല വഴികളും ആ നാമത്തിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. നിൻ്റെ ആത്മീക ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിൻ്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കുമെന്ന്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിച്ചോണം. കാരണം അവൻ്റെ നാമത്തിന് മാറ്റമില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും യേശു ക്രിസ്തു അനന്യനാണ്. എന്നാൽ ദൈവസാന്നിധ്യം വിട്ടുപോകുന്ന, പാപം ചെയ്യുന്ന, ദൈവകൃപ വിട്ടുപോകുന്ന, പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത്, അഭിഷേകത്തിൻ്റെ നിറവിൽ ആരാധിക്കാതിരിക്കുന്ന സമയത്ത്, ലോകത്തോട് ചേർന്ന് പോകുമ്പോൾ, ജഡത്തെ അനുസരിച്ച് നടക്കുമ്പോൾ, മനുഷ്യൻ പറയുന്ന വാക്കനുസരിച്ച് ദൈവസാന്നിധ്യം വിട്ടു പോകുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം കുറയും. ദൈവത്തിലെപ്പോൾ ആശ്രയം കുറയുന്നു അന്ന് നമ്മുടെ വീഴ്ച ആരംഭിച്ചു, അന്ന് നമ്മുടെ തകർച്ച ആരംഭിച്ചു. മറ്റു മനുഷ്യർക്കറിയത്തില്ല നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് ദൈവത്തോട് ആലോചന ചോദിച്ചു വേണം പോകാൻ. അല്പം സമ്പത്ത് ദൈവം തരുമ്പോൾ, അല്പം കൃപ ദൈവം തരുമ്പോൾ, അല്പം പ്രാപ്തി ദൈവം തരുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം കുറയല്ല കേട്ടോ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അവനെക്കുറിച്ച് വായിക്കുക. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. കണ്ടോ, ആരാ? ഒരു ദേശത്തിലെ ആ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചത് ആരാന്നറിയാമോ? സമ്പത്തുണ്ടായിരുന്ന, എല്ലാ സമൃദ്ധിയും ഉണ്ടായിരുന്ന ഒരു വീട്ടിലെ പയ്യൻ. അവന് എല്ലാം ചെലവഴിച്ചു. കഠിന ക്ഷാമം ഉണ്ടായപ്പോൾ അവന് മുട്ടുവന്നു തുടങ്ങി. ഭക്ഷിപ്പാൻ ആഹാരമില്ല, ധരിപ്പാൻ വസ്ത്രമില്ല, കൂട്ടുകൂടാൻ കൂട്ടുകാരില്ല. ഇതെല്ലാം ഉണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൻ്റെ വീട് വിട്ട് ഇറങ്ങിപ്പോന്നതാണ് അവൻ്റെ പരാജയത്തിൻ്റെ ആദ്യത്തെ പടി. അപ്പനിൽ അവൻ ആശ്രയിച്ച് ജീവിച്ചിരുന്നു, അപ്പൻ്റെ സകല നന്മകളും അനുഭവിച്ചിരുന്നു. പക്ഷേ അപ്പൻ തന്നതെല്ലാം എടുത്ത് നാനാവിധമാക്കി കഴിഞ്ഞപ്പോൾ, ചിലവാക്കി കഴിഞ്ഞപ്പോൾ, അപ്പൻ്റെ സാന്നിധ്യം വിട്ടുപോയപ്പോൾ, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചവനായി, ആന്തരിക ജീവൻ നഷ്ടപ്പെട്ട്, അപ്പനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട്, എല്ലാം അവസാനിപ്പിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ പുറപ്പെടുമ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയം വിട്ട് മറ്റു മനുഷ്യരിൽ മറ്റു പലതിലും ആശ്രയിക്കും. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വന്ന പരാജയം. ഇപ്പോൾ അവൻ ആരിൽ ആശ്രയിക്കുന്നത്? അപ്പനിൽ ആശ്രയിക്കാൻ അവന് തോന്നുന്നില്ല. കാരണം അപ്പനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അവൻ ആശ്രയിച്ചത് ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്നാണ് ആശ്രയിച്ചത്. അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. തൻ്റെ പാരമ്പര്യം വെച്ച് നോക്കിയാൽ, തൻ്റെ അപ്പൻ്റെ സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ പന്നി അറപ്പുള്ളതാണ്. പന്നിയെ മേയ്ക്കാനല്ല, ആടിനെ മേയ്ക്കാനാണ് അവൻ്റെ പാരമ്പര്യപ്രകാരം അവൻ പോകേണ്ടത്. പക്ഷേ പന്നിയെ മേയ്ക്കാൻ അവനെ അയക്കുകയാണ്. ഇതാ പ്രിയമുള്ളവരെ, മനുഷ്യരിൽ ആശ്രയിച്ചാൽ നിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച്, നിൻ്റെ വിളിക്കനുസരിച്ച്, നിൻ്റെ മേലുള്ള നിയോഗത്തിനനുസരിച്ച് നിനക്ക് ചലിക്കുവാൻ കഴിയത്തില്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ നീ ആരിൽ ആശ്രയിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. മക്കൾക്കൊരു വിഷയം വരുമ്പോൾ മക്കളെ ആരിൽ ആശ്രയിക്കുന്നത്? സഹോദര നീ ആരിൽ ആശ്രയിക്കുന്നത്? സഹോദരി നീ ആരിൽ ആശ്രയിക്കുന്നത്? ദേശത്തിലെ പൗരന്മാരിലാണോ നീ ചെന്ന് ആശ്രയിക്കുന്നത്? നിൻ്റെ നിയോഗത്തിനനുസരിച്ച് അവർ നിനക്ക് വഴിവെട്ടി തരത്തില്ല. നിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിനനുസരിച്ച് നിനക്ക് ചലിക്കാൻ കഴിയത്തില്ല. നീ കേട്ട ദൂതനുസരിച്ച്,
നിൻ്റെ വിളി അനുസരിച്ച്, നിൻ്റെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച്, നിൻ്റെ വാക്തത്വം അനുസരിച്ച് നിനക്ക് ചലിക്കാൻ കഴിയത്തില്ല. പക്ഷേ നീ നിൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുവെങ്കിൽ, നീ നിൻ്റെ അപ്പനിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ നിൻ്റെ പിതാവിൽ നീ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ, നിന്നെ രക്ഷിച്ച ക്രിസ്തുവിൽ നീ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ, നിൻ്റെ വിളിക്കനുസരിച്ച് നിനക്ക് യാത്ര ചെയ്യാൻ കഴിയും. ആ ചെറുപ്പക്കാരൻ എല്ലാം നഷ്ടപ്പെട്ടവനായി അപ്പൻ്റെ സാന്നിധ്യം വിട്ടുപോയപ്പോൾ അവൻ്റെ ഉള്ളിൽ ബോധം വരുന്നത് പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിക്കാനാണ്. എന്നാൽ തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് അവന് സുബോധം വരികയാണ്. അവൻ തിരിച്ചറിയുകയാണ്, ഞാനിവിടെ ഇരിക്കേണ്ടവനല്ല, ഞാൻ ഈ ജോലി ചെയ്യേണ്ടവനല്ല, ഞാനിത് ഭക്ഷിക്കേണ്ടവനല്ല. എൻ്റെ വിളി മറ്റൊന്നാ. എൻ്റെ അപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും അവൻ സ്നേഹിക്കുന്നവനാ. അവന് സുബോധം വന്ന് അവൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരിക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇപ്പോൾ നീ ആശ്രയം വെച്ചിരിക്കുന്ന പലതും നിന്നെ നശിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നീ ആശ്രയം വെച്ചിരിക്കുന്ന മനുഷ്യർ നിന്നെ സ്നേഹിക്കുന്നതാണെന്ന് നിനക്ക് 100% പറയാൻ പറ്റത്തില്ല. പക്ഷേ ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുക. തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനം തരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവർ വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. സങ്കീർത്തനങ്ങൾ 22:4-5 വാക്യങ്ങൾ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. ഒരു ഡെലിവറൻസ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുണ്ട്. അടുത്തത്, അവർ നിന്നോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു, അവർ നിങ്കൽ ആശ്രയിച്ച് ലജ്ജിച്ചു പോയില്ല. ഇത് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളോടുള്ള ബന്ധത്തിൽ ഇത് ഊതേറ്റെടുക്കണം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു ഡെലിവറൻസ് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. 2, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് രഹസ്യത്തിലല്ല, പരസ്യത്തിലാണ്. നീ രഹസ്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പരസ്യമായി മറുപടി തന്നു മാനിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. സങ്കീർത്തനം 31:19 പറയുന്നു, തൻ്റെ ഭക്തന്മാർക്കു വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്കു വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു. കണ്ടോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകയാണ് ദൈവം നന്മ പ്രവർത്തിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിൽ ആശ്രയിക്കുന്ന എനിക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക വലിയ നന്മ ചെയ്യുന്ന ദൈവമുണ്ട്. 21-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിലാണ് 3-ാമത്തെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. സ്തോത്ര. കുലുക്കുന്ന, പറിച്ചു കളയുമെന്ന് വാതുകെട്ടുന്ന വിഷയങ്ങൾ കൂടാരത്തിന് നേരെ, വ്യക്തിപരമായ ജീവിതത്തിന് നേരെ, ആത്മീക ജീവിതത്തിന് നേരെ കയറി വരുമ്പോൾ ഭക്തൻ പറയും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല. 28-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിക്കുകയാണ്, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. അടുത്തത്, എനിക്ക് സഹായം ലഭിച്ചു. സഹോദര, സഹോദരി, നിനക്ക് സഹായം എവിടുന്ന് വരുമെന്നല്ലേ നീ പറയുന്നത്, നീ ചോദിക്കുന്നത് അല്ലേ? ഈ കാര്യത്തിൽ എങ്ങനെ ഒരു സഹായം ലഭിക്കുന്നത്? പേടിക്കണ്ട. 28-ാം സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. മനുഷ്യൻ്റെ സഹായം വെറുതെയാ കേട്ടോ. ഉദ്ദേശിക്കുന്ന സ്ഥലത്തു നിന്നൊന്നും സഹായം വരത്തില്ല. പറയണം, എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, എനിക്ക് സഹായം ലഭിച്ചു. ആമേൻ. 32-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം. ദുഷ്ടന് വളരെ വേദനയുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റും. ആമേൻ. 37-ാം സങ്കീർത്തനം 5-ാം വാക്യം. നിൻ്റെ വഴിയെ യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. വഴി വെളിപ്പെട്ട് വന്നിട്ട് വഴി ദൈവം തന്നതാണെന്നും പറഞ്ഞിട്ട് മനുഷ്യരെ ഭരമേൽപ്പിച്ചാൽ മനുഷ്യന് നിർവഹിക്കാൻ പറ്റത്തില്ല. നിൻ്റെ വഴി ആരെ ഭരമേൽപ്പിക്കണം? വചനം പറയും, നിൻ്റെ വഴി ആരെ ഫലമേൽപ്പിക്കണം? യഹോവയെ ഭരമേൽപ്പിക്കണം. ഭരമേൽപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? അവനിൽ തന്നെ ആശ്രയിക്കണം. അങ്ങനാണെങ്കിൽ തമ്പുരാനത് നിർവഹിക്കുമെന്ന് കേട്ടോ. നിനക്ക് വേണ്ടി ചിലത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്.
ആമേൻ. ചിലത് പൂർത്തീകരണത്തിൽ കൊണ്ടുവരാൻ പാതി വഴിക്കിട്ട് ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല, പൂർത്തീകരണത്തിൽ വരുത്തുവാൻ, നിർവഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. 56 സങ്കീർത്തനത്തിൻ്റെ 4-11 വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ ദൈവത്തിൽ, അവൻ്റെ വചനത്തെ പോലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ മനുഷ്യരെ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടത്തില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കും. പറഞ്ഞേ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഉറക്കെ പറ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ദൈവം എന്നെ വിടുവിക്കും. ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. മനുഷ്യപുത്രന്മാർ കാണുക എനിക്ക് വലിയ നന്മ ദൈവം ഒരുക്കും. ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. എനിക്ക് സഹായം ലഭിക്കും. ദൈവത്തിൻ്റെ ദയ എന്നെ ചുറ്റും. എൻ്റെ വഴി ദൈവം നിർവഹിക്കും. എനിക്ക് ഭയമുണ്ടാകുകയില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ ഒരുപാട് രാജാക്കന്മാർ, അനേക ഭക്തന്മാർ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ചരിത്രം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ ഒരു വ്യക്തി പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശുശ്രൂഷ ചെയ്യുന്ന 2 ഭക്തന്മാരാണ് പൗലോസും ബർന്നബാസും. പൗലോസിനും ബർന്നബാസിൻ്റെ ശുശ്രൂഷയ്ക്ക് നേരെ അനേക വെല്ലുവിളികൾ ഉയർന്നു വന്നപ്പോൾ അവരെക്കുറിച്ച് എഴുതി വച്ചിരിക്കുക പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ കേട്ടോണേ. ഇക്കോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. ദൈവവചനം പറഞ്ഞ് യഹൂദന്മാരുടെയും യവനന്മാരുടെയും വലിയൊരു പുരുഷാരത്തിൻ്റെ നടുവിൽ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കുക പൗലോസും ബർന്നബാസും. അടുത്തത്, വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അടുത്തത്, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന പൗലോസും ബർന്നബാസും യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ അവിടെ പറയുന്നു, അവരെ ആ ദേശത്ത് നിന്ന് ഓടിച്ചു കളഞ്ഞെന്നല്ല, അവരാ ദേശം വിട്ടുപോയെന്നല്ല, വളരെ കാലം അവിടെ പാർത്തു. ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസി, നീ വളരെ കാലം അവിടെ പാർക്കാൻ പോകുക. നീ ഇപ്പോൾ പാർക്കുന്ന ദേശത്ത് ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഈ ദൂത് കൈമാറുന്നു. വളരെ കാലം നീ അവിടെ പാർക്കും. വെറുതെ തിന്നുകുടിച്ച് പാർക്കുക മാത്രമല്ല, കർത്താവിൽ നീ ആശ്രയിക്കണം കേട്ടോ. നിന്നെ ഒരു ദേശത്ത് ദൈവം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൽ നീ ആശ്രയിക്കണം. നീ ആശ്രയിച്ചു കൊണ്ടിരുമ്പോൾ പ്രാഗൽഭ്യത്തോടെ നിന്നെ അവിടെ നിർത്തുന്നൊരു ദൈവമുണ്ട്. അവരെക്കുറിച്ച് വായിക്കുക. അവർ വളരെ കാലം അവിടെ പാർത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഉണ്ടാകാൻ വരം നൽകി. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവസാന്നിധ്യം വിട്ടുപോകുമ്പോൾ മറ്റു പലതിലും ആശ്രയിക്കുവാൻ നമുക്ക് ടെൻഡൻസി വരും. എന്നാൽ ആ സ്വാധീനങ്ങൾക്ക് കീഴടങ്ങാതെ ഈ വചനപ്രകാരം വചനത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ ആശ്രയം ദൈവത്തിലാണ്. വലിയ പ്രതിസന്ധി ഉണ്ടെന്നല്ലേ നീ പറയുന്നേ, വലിയ പ്രശ്നം ഉണ്ടെന്നല്ലേ നീ പറയുന്നേ. പക്ഷെ ദൈവത്തിൻ്റെ വചനം നിന്നോട് പറയുക, ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ, ഈ ശോധനയുടെ നടുവിൽ നിനക്ക് ആശ്രയിക്കാൻ ഒരിടമുണ്ട്. നിൻ്റെ വഴി നിർവഹിക്കുന്നൊരു ദൈവമുണ്ട്. അടഞ്ഞ ചിലതിനെ തുറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന് മാറ്റമില്ല, അങ്ങേക്കും മാറ്റമില്ല. മനുഷ്യൻ മാറും, ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിൻ്റെ വചനത്തിനോ മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളത്. ഏതുദ്ദേശത്തോടെ കൂടി ഈ വചനം ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടോ അതതിൻ്റെ കാര്യം ചെയ്തിട്ട് മടങ്ങിപ്പോകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ എല്ലാ വിചാരങ്ങൾക്കും നന്ദി പറയുന്നു. അങ്ങിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ആശ്രയത്തെക്കുറിച്ചുള്ള ഈ വചനം കേട്ട സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കമൻറ്റ് സെക്ഷനിലകത്ത് പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രഹസ്യമായി ഹൃദയത്തിനകത്ത് പ്രാർത്ഥന ആഗ്രഹിക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയുന്നു. ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവമേ, അങ്ങനെ ജനത്തെ അവിടെ നിന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിപ്പാൻ എൻ്റെ ജനത്തെ സഹായിക്കണമേ. സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തോത്രവും ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ.
യേശുവിൻ നാമത്തിൽ. ആമേൻ.